ശരി, അയാൾക്ക് കൂടപ്പിറപ്പുകളോ സ്വന്തക്കാരോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടോ എന്ന് തിരക്കണം. പിന്നെ അയാൾ എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. ഒരു എമർജൻസി മാറ്ററാണ്. കല്യാൺ, ഞാൻ ഇവിടെ ഒരു അപകട നില തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു അണ്ടർ കവർ ഓഫീസർ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. ഇതെന്റെ പേഴ്സണൽ ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ്മാരെയൊക്കെ എനിക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല. ദേ കല്യാൺ, ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയ ഒരു മാറ്ററാണ്. മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഓഫീസേഴ്സിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കിയിട്ട് ഒരു നല്ലൊരു ഓഫീസറെ പറഞ്ഞേക്കാം. നിങ്ങൾ വിഷമിക്കണ്ട. മിസ്റ്റർ ചേതൻ. യെസ് മാം. ഒരു അണ്ടർ കവർ ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽ വരും. ഇപ്പൊ തന്നെ അയാളെ വരുത്താനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു വെക്കണം. ഓക്കെ മാം. റൈറ്റർ സുബ്രഹ്മണ്യത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? മാം, അയാളിവിടെ വന്നിട്ട് ആകെ 6 മാസമായിട്ടുള്ളൂ. ഇതിനു മുൻപ് എവിടെയായിരുന്നെന്ന് ആരോട് ചോദിച്ചാലും അറിയില്ലെന്നാ പറയുന്നത്. ഹലോ സാർ, എന്തെഴുതിയാലും മാഡത്തെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞു സാർ. ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ. വായിച്ച് കേൾപ്പിക്കട്ടെ സാർ. മാഡം, ആ എഴുത്തുകാരന്റെ കൂടെയുള്ള കോൺസ്റ്റബിളാ വിളിക്കുന്നത്. വീണ്ടും അയാൾ എന്തോ എഴുതിയിട്ടുണ്ടെന്ന്. എന്താ എഴുതിയിരിക്കുന്നത്? ഇപ്പൊ പറഞ്ഞോളൂ. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ഓഫീസർ സ്വന്തം മകളെ കാണുവാനില്ല വേറൊരു ഓഫീസറായ വിക്രം കുമാറിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പൂജയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അതിനു മുമ്പ് തന്നെ പൂജയെ രക്ഷിക്കാൻ കഴിയുമോ? ആ ഫോണിങ് തരൂ. ഹലോ കല്യാൺ. പറയൂ ആശ. നിങ്ങൾ അയക്കാമെന്ന് പറഞ്ഞ ഓഫീസറിന്റെ പേരെന്താണ്? അവന്റെ പേര് വിക്രം കുമാർ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോടോ? ഒരു അക്ഷരം മിണ്ടുന്നില്ല സാറേ. ഇവന്മാർക്ക് എങ്ങനെ അറിയാനാ? ശരിക്കും ഇവന്മാര് തന്നെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സർ, ഇതുവരെ ഇവന്മാരാണ് സസ്പെക്ട്സ്. സസ്പെക്ട്സ്? ഇവിടെ വാടാ. സർ, പേരെന്താ? ഹുസൈൻ എന്നാ. നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നറിയോ? ഏതോ പൂജ. പൂജനെ എങ്ങനെ പരിചയം? കോളേജ് മേറ്റ്. അത്രേ ഉള്ളോ? ഒരു തവണ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു സർ. എപ്പോ? ഒരാഴ്ച മുമ്പാണ് സർ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഫോൺ നമ്പർ വാങ്ങിച്ചു സർ. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് അയക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശങ്കർ സാർ. നിനക്ക് പൂജനെ എങ്ങനെ അറിയാം? ഫേസ്ബുക്ക് ഫ്രണ്ടാ സാറേ. ചാറ്റ് ചെയ്യും, എപ്പോഴും മെസ്സേജ് അയക്കും, പക്ഷെ റിപ്ലൈ ഒന്നും തരുന്നില്ല സാറേ. പോടാ. പൂജ പോയോടത്തെല്ലാം CCTV നോക്കി അവളെ ഫോളോ ചെയ്തവരെല്ലാം പിടിച്ചോണ്ട് വന്നിരിക്കുക. അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ലാത്തിയിൽ എണ്ണ തടവി ടാങ്കിൽ ചൂടുവെള്ളം നിറച്ച് ഐസ് കട്ടയെ നിരത്തി എന്താടാ ലോക്കൽ സ്പാ നടത്തണം ഇവിടെ. ഇറക്കി വിടറോ എല്ലാത്തിനെയും? ഇറക്കി വിടറോ? മേഡത്തെ പോയി കണ്ടാലോ? മെയിൻ ബ്ലോക്കിലുണ്ട്.